പട്ടാമ്പി സോൺ കമ്മിറ്റി വല്ലപ്പുഴയിൽ തണ്ണീർ പന്തലൊരുക്കി. ജലമാണ് ജീവൻ എന്ന പ്രമേയത്തിൽ സംസ്ഥാനമാസകലം ആചരിക്കുന്ന ജലസംരക്ഷണ ക്യാമ്പയിനിന്റെ ഭാഗമായാണ് തണ്ണീർ പന്തലൊരുക്കിയത്. ജലമാണ് ജീവൻ എന്ന പ്രമേയത്തിൽ സംസ്ഥാനമൊട്ടാകെ ആചരിക്കുന്ന ജലസംരക്ഷണ ക്യാമ്പയിന്റെ ഭാഗമായാണ് പട്ടാമ്പി സോൺ കമ്മിറ്റി വല്ലപ്പുഴ ഗേറ്റിൽ പൊതുജനങ്ങൾക്കും യാത്രക്കാർക്കും തണ്ണീർ പന്തൽ ഒരുക്കി ദാഹജലം നൽകിയത്. പരിപാടിയുടെ ഉദ്ഘാടനം വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് നിർവഹിച്ചു. കടുത്ത വേനലിൻ്റെ പ്രതിസന്ധിയിലേക്ക് നാം എല്ലാവരും കടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും ചൂട് അനുഭവപ്പെടുന്ന ഒരു ജില്ലക്കകത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ കാലാവസ്ഥയുടെ ഈ പ്രതിസന്ധിയെ മറികടക്കുന്നതിന് വേണ്ടി നമ്മളോടൊപ്പം തന്നെ നമ്മുടെ സഹജീവികളോടുകൂടെ അനുഭവപൂർണമായ അല്ലെങ്കിൽ അനുകമ്പാപൂർണമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് SYS കഴിഞ്ഞ കാലങ്ങളിലും ഏറ്റെടുത്ത് പോന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വർഷവും അതിൻ്റേതായ എല്ലാ അർത്ഥത്തിലും ഏകദേശം 1000 കേന്ദ്രങ്ങളിൽ തണ്ണീർക്കുടങ്ങൾ പറവകൾക്കും പക്ഷികൾക്കും വേണ്ടി ഒരുക്കും എന്നുള്ളതാണ് പട്ടാമ്പി സോണിൻ്റെ നേതൃത്വത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഏറ്റവും മഹത്തരമായ ഒരു ക്യാമ്പയിൻ തന്നെയാണ്. ഈ അവസരത്തിൽ കാലോചിതമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലക്ക് SYSന്റെ മികച്ച പ്രവർത്തനങ്ങളിലൊന്നായി ഈ പ്രവർത്തനം മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. IPF റീജിയണൽ ഡയറക്ടർ സുഹൈൽ നെടുങ്ങോട്ടൂർ പ്രമേയ പ്രഭാഷണം നടത്തി. SYS പട്ടാമ്പി സോൺ പ്രസിഡന്റ് സിദ്ദീഖ് സഖാഫി വല്ലപ്പുഴ അധ്യക്ഷനായിരുന്നു. സോൺ സാമൂഹികം പ്രസിഡന്റ് ഷെരീഫ് സുഹ്രി ചെറുകോട്, അലി സഖാഫി വല്ലപ്പുഴ, മുസ്തഫ അർഷാദി ചെറുകോട്, റഫീഖ് സഖാഫി, മുജീബ് റഹ്മത്ത് അങ്ങാടി, സുഹൈൽ ചൂരക്കോട്, അബ്ദുൽ നാസർ സഅദി എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു. മെയ് മാസം 30 വരെ നീണ്ടു നിൽക്കുന്ന ജലസംരക്ഷണ ക്യാമ്പയിന്റെ ഭാഗമായി ജലാശയ ശുചീകരണം, കുടിവെള്ള പദ്ധതി സമർപ്പണം, കുടിവെള്ള വിതരണം, തണ്ണീർക്കുടം, സന്ദേശ പ്രഭാഷണം, ലോക ജലദിന ജുമാ പ്രഭാഷണം തുടങ്ങി വിവിധ പരിപാടികൾ നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു.